പട്ടണക്കാരൻ ഒരു പുള്ളിക്കാരൻ ഇതെന്നെ കാണാനായി വരുന്ന നേരം, ഇന്നും എന്നെ കാണാനായി വരുന്ന നേരം. പെണ്ണിന്റെ കണ്ണുനീർ കടലായൊഴുകുന്ന കാലപ്പെരുക്കം. പക്ഷേ കൊച്ചനു ചത്തി തൻ കൂട്ടുകാരി, എന്റെ പഞ്ചാര മുത്തേ മുച്ചുകാരി, എന്റെ പഞ്ചാര മുത്തേ മുച്ചുകാരി. 121. നമസ്കാരം. സംസ്ഥാന റവന്യൂ ജില്ലാ കലോത്സവം തുടക്കമായി. സംസ്ഥാന ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കമായ നമ്മുടെ കലോത്സവത്തിൻ്റെ സെമി ഫൈനലിലാണ് ഈ പറയുന്ന റവന്യൂ ജില്ലാ കലോത്സവമൊക്കെ. ഇവിടെ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൻ്റെ മെയിൻ മത്സരവേദിയായ ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിലാണ് ഇപ്പോൾ വിസ്മയ നിൽക്കുന്നത്. ഇവിടെ ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിൽ തന്നെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദഫ്മുട്ടിൻ്റെ റിഹേഴ്സലാണ്. നമുക്ക് അവർ ചോദിക്കാം. നിങ്ങൾ ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂൾ അല്ലേ? നല്ല അധ്വാനമുള്ള പണിയാണല്ലേ? നല്ല അധ്വാനമുള്ള പണിയാണ്. കുറേ മാസത്തെ പരിപാടിയാണ്, പ്രാക്ടീസാണ്. അപ്പോൾ നാളെ ജില്ലയിറാൻ പോവാം. സബ് ജില്ല എ ഗ്രേഡ് ഉണ്ടായിരുന്നു? സബ് ജില്ല ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അന്ന് എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാനായിട്ട് സബ് ജില്ലയിൽ? അന്ന് സബ് ജില്ലയിൽ 2 ടീം, ഒറ്റ ടീം ഉള്ളായിരുന്നല്ലേ? മത്സരം ഇല്ലായിരുന്നു, നേരെ കയറി വന്നതാ. നേരെ കയറി വന്നു. എ ഗ്രേഡ് ഉണ്ടായിരുന്നു? എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായാണ് നിങ്ങൾ ശരിക്കും അധ്വാനിക്കുന്നുണ്ട് അല്ലേ? വീർത്ത് കുളിച്ചൊരു പരിപാടി. പിന്നെ ഇത് ഏകദേശം എത്ര മാസത്തെ റിഹേഴ്സലാണ് നിന്നുള്ളത്? 6-7 മാസം. 7 മാസം? ഓ, സ്കൂൾ തുടങ്ങിയിട്ട് 7 മാസം അതിൻ്റെ പിറകെയായിരുന്നല്ലേ? സ്കൂൾ തുടങ്ങിയിട്ട് പിറകെയാണ്. ഏതായാലും അവർ എനിക്ക് സമ്മതിക്കാൻ നിവൃത്തിയില്ല. കാരണം 7 മാസത്തെ അവിടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നാളെ സെമി ഫൈനൽ, അതായത് റവന്യൂ ജില്ലാ കലോത്സവം. നാളെ മത്സരം നാളെ അരങ്ങേറാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും ഒരു ചെറിയ പരിപാടിയല്ല ശരിക്കും. ഇത് എത്ര മിനിറ്റ് ഉണ്ട്? ഇത് 10 മിനിറ്റിനകത്ത്. 10 മിനിറ്റ് അകത്തുണ്ട്. അതിൻ്റെ ശരീരം വളമാണ് ചെയ്യുന്നല്ലേ? നല്ല പാട്ടുള്ള പണിയാണ്. ഏതായാലും നാളെ അവർ അരങ്ങിലേക്ക് എത്തുകയാണ്. ഏതായാലും ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിൽ തന്നെ പിള്ളേരാണ്. അവർ കിട്ടുമെന്ന് കിട്ടും, തീർച്ചയായും. നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവരുടെ കോൺഫിഡൻസ് രക്ഷിക്കട്ടെ. മറ്റു പൂമ്പഴികളൊന്നും കാണാതെ റായിച്ചരൻ വിഷമിച്ചു. ചണ്ട പൂകൊണ്ട് വരുന്നതുവരെ മോൻ ഇവിടെ തന്നെ നിൽക്കണം. അവർ തലയാട്ടി. അതാ റായിച്ചരൻ പൂർക്കാൻ പോകുന്നു. അല്പം കഴിഞ്ഞ് കൈ നിറയെ പൂക്കളുമായി
കുഞ്ഞെവിടെ? കുഞ്ഞിനെ കാണുന്നില്ല. ലോകം കറങ്ങുന്നു ചക്രവാളങ്ങളിൽ, തീ കത്തിയാളുന്നു മൂളങ്ങൾ. മോനെ, പൊന്നു മോനെ, എങ്ങോ പോയി, എങ്ങോ പോയി, ഓരോമലേ, ഇവനി മാലിക്കരന് നമസ്കാരം. സ്ത്രീ ജന്മത്തെ കുറിച്ച് കേട്ടുപഴകിയ ഒരു വാഴ്ത്തുപാട്ട് യുഗാന്തരങ്ങളിലൂടെ നാം നേരിട്ടറിയുന്ന യാഥാർത്ഥ്യവും പെണ്ണിന്റെ കണ്ണുനീർ കടലായൊഴുകുന്ന കാലപ്പെരുക്കം. പക്ഷേ ആ പുസ്തകത്തിലും ആണവികാരത്തിന്റെ നിർമ്മാണമായി മാറാതെ തോൽക്കാൻ മനസ്സിലെന്ന് പുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർന്നു വന്ന അനേകം സ്ത്രീ ജന്മങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. അവർക്കേവർക്കും എന്റെ പ്രണാമം. അന്ന് 2016 സെപ്റ്റംബർ 16 അമേരിക്കയിലെ പ്രസിദ്ധമായ ന്യൂയോർക്ക് നഗരം ലോകത്തിലെ സൗന്ദര്യ ആരാധകരുടെ മുഴുവൻ ശ്രദ്ധയും അന്നേ ദിവസം ആ മഹാനഗരത്തിലാണ്. അതെ, പ്രശസ്തമായ ന്യൂയോർക്ക് ഫാഷൻ വീക്ക്. ആകാരകൊണ്ട് ലോകത്തെ കീഴടക്കിയ സൗന്ദര്യ റാണിമാർക്ക് മാത്രം അവസരം ലഭിക്കുന്ന ഫാഷൻ മാമാങ്കം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ ആകാംക്ഷയോടെ അതിലേറെ അത്ഭുതത്തോടെ തിരഞ്ഞിരുന്നത് ഒരു മുഖമായിരുന്നു. സൗന്ദര്യത്തിന്റെ ഒറ്റക്കൂട്ടങ്ങളുമായി ചിരിക്കുന്ന ഒരു മുഖം. പൊൻപ്രഭൂഷിടുമൊരു പുഷ്പമങ്ങളഞ്ഞു, പാർശ്വതി തൻ മുന്നിലായി സുഗന്ധമാർവമോഹം. സുന്ദരമാം ചൂണമതു കണ്ടയാഞ്ഞ സേനി, വല്ലഭനാം ഭീമനോടു ചൊന്നു ചാരുമോ താൻ. കാൺകയായ പുത്രഭവാനെങ്കരിയാലും മഞ്ജുതര കഞ്ചമിതു മട്ടു കണ്ടിട്ടില്ല. ചൊല്ലു കേട്ട പാണ്ഡു പുത്രൻ ഭീമനാടാ കൊണ്ടാൻ. പുഷ്കരാതിഥിയിലേക്കായി സൂനവൃന്ദം തേടി, സത്വരാമെത്തിപ്പോയി ഭീമൻ പൊൻകദായി കാട്ടിൽ. രാമഭക്തന്മാരുതി വാണിടും വാനദേശേ, രാമഭക്തന്മാരുതി വാണിടും വാനദേശേ. വനിത തൃശിവ പേരു പൂരം മണ്ണിൽ മാനവബോധമുയർത്തി. പട്ടണക്കാരൻ ഒരു പുള്ളിക്കാരൻ ഇതെന്നെ കാണാനായി വരുന്ന നേരം, ഇന്നും എന്നെ കാണാനായി വരുന്ന നേരം. പത്രാസു കാട്ടി പുതച്ചുന്ന നീടുവാണ പട്ടുറുമാലു നേക്കുമോനി, പത്രാസു കാട്ടി പുതച്ചുന്ന നീടുവാണ പട്ടുറുമാലു നേക്കുമോനി. കൊച്ചനു ചത്തി തൻ കൂട്ടുകാരി, എന്റെ പഞ്ചാര ചെയ്മുത്തെ മുച്ചുകാരി, എന്റെ പഞ്ചാര ചെയ്മുത്തെ മുച്ചുകാരി. തൊങ്ങനാമേ സെക്കൻ വന്നു പോയാൽ പിന്നെ പായസം ഒന്ന് ഞാൻ വെച്ചു തരാം. മോഹിനിയാട്ടത്തിനോ? ആ മോഹിനിയാട്ടം. മത്സരം തുടങ്ങിയോ? ഇല്ല, ഇതുവരെ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. മണിപ്പത്രായി? ഇപ്പോ 6:30 2 മണിക്ക് പറഞ്ഞേ. രാത്രി 2 മണിക്കോ? അല്ല, രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്ക് പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം 6 മണിയായി. 6:30 6:30 ഇതുവരെ തുടങ്ങിയല്ലേ? ഇല്ല. കൂടെ ആരാ വന്ന്? എവിടെ താമസിക്കുന്ന? അവിടെ പൂജപ്പുര. അപ്പോൾ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ? അല്ല, ഞങ്ങൾക്ക് ആ സ്റ്റേജാ, ബോയ്സ് സ്കൂളാ. ബോയ്സ് സ്കൂളിലാണ്.
അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ നേരം വിളിക്കും ഇല്ലേ മക്കളെ? നിങ്ങളെ സ്കൂളിൽ നിന്നാ പട്ടം അത് കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞോ? കഴിഞ്ഞു. റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണോ? നിങ്ങളുടെ സബ്ജക്റ്റ് എവിടെയായിരുന്നു? വള്ളക്കടവിലായിരുന്നു അല്ലേ? അവിടെ നിന്ന് എ ഗ്രേഡും ഫസ്റ്റും ആയിരുന്നു. പ്രതീക്ഷയുണ്ടോ? ഇപ്പം ഓരോരുത്തർ കളിക്കുന്ന രീതിയല്ലേ, അപ്പം നമ്മളെക്കാൾ മെച്ചപ്പെട്ടവര് കളിച്ചാൽ അവർക്ക് കിട്ടും, കിട്ടിയാൽ കിട്ടും. കിട്ടണം അത്രേ ഉള്ളൂ. ഞങ്ങൾ ട്രൈ ചെയ്തു, ഞങ്ങളുടെ മാക്സിമം ടെൻഷൻ ഒട്ടുമില്ലല്ലേ? നന്നായിട്ടുണ്ട് ടെൻഷൻ. അങ്ങ് ജയിച്ച ആൾക്കാരുടെ അടുത്ത് പോയി ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ അടുത്ത് അത് വരും, എന്നാലും പാട്ടും കളിയും താളത്തിൽ വരാൻ ശ്രദ്ധിക്കണം. ചില ടീമിന് അങ്ങനെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ 4 ടീമിൻ്റെ പാട്ട് നല്ല ഉഗ്രൻ പാട്ടായിരുന്നു, അത് സമ്മതിച്ചിരിക്കുന്നു. പദം കളിക്കുമ്പോൾ ഓവർ സ്പീഡ് ആകാൻ ശ്രദ്ധിക്കുക, ഇത്രയും ഉള്ളൂ. അടുത്ത തലത്തിലേക്ക് പോകാനുള്ള ചെസ് നമ്പർ 121. ഹയർ സെക്കൻഡറി തിരുവാതിരക്കണി മത്സരം റിസൾട്ട് കോഡ് നമ്പർ 103 എ ഗ്രേഡ്, 118 എ ഗ്രേഡ്, 124 എ ഗ്രേഡ്, 111 ബി ഗ്രേഡ്, 119 ബി ഗ്രേഡ്, 121 എ ഗ്രേഡ്. ഇന്നത്തെ മത്സരം അവസാനിക്കുന്നു. ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും പോകാൻ പറ്റുമോ? ഇല്ല, ഫസ്റ്റ് കിട്ടിയാലേ പാർക്കാൻ പറ്റുള്ളൂ. ഓ അപ്പീൽ കൊടുക്കോ? ഇല്ല, അറിയത്തില്ല. അറിയില്ല, അത് ഇനി സാറിനോട് സംസാരിച്ചിട്ട് കൊടുക്കും, അപ്പീൽ കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. സ്കൂളാ കിട്ടുമെന്ന് പ്രതീക്ഷയായിരുന്നോ? ഇല്ല, മാക്സിമം എഫോർട്ട് ഇട്ട് എന്തായാലും കിട്ടിയല്ലേ? എത്ര മാസം പ്രാക്ടീസാ? ഓഗസ്റ്റ് തൊട്ട്. ഇനി എന്തായാലും സംസ്ഥാനത്ത് പോവാം. അവിടെ അടിക്കോ? തന്നെ 6 മണിയുടെ മാനം കളയരുത്. ശരി ശരി. ഏതായാലും ശരിക്കും ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പ്രധാന വേദിയായി നിശ്ചയിച്ചത് ആറ്റിങ്ങിലായിരുന്നു. ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളായിരുന്നു. എന്നാൽ അവിടെ EVM മെഷീനുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഇലക്ഷനാണ്. EVM മെഷീനുകൾ സൂക്ഷിക്കുന്നതിനാൽ അവിടെ നിന്ന് മത്സരങ്ങൾ വിവിധ സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂളിലാണ്. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.